ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു കേർഡ് ഓട്സാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ കേർഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് കേർഡ് ഓട്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനൊരു പാൻ ചൂടാവാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഓട്സോ റോൾഡ് ഓട്സോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയ ഓട്സ് നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു കപ്പോളം തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരിലെ കട്ടയൊക്കെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ തൈരൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ചിയാ സീഡാണ്. 1 ടീസ്പൂൺ ചിയാ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തൈരിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിയാ സീഡും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിയാ സീഡൊക്കെ തൈരിലൊക്കെ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചിയാ സീഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് കുക്കുംബറാണ്. ഒരു വലിയ കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ട് ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒരു പകുതി ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ നമ്മുടെ കേർഡ് ഓട്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ കളറൊക്കെ അതിലായിട്ട് മിക്സായിട്ട് നല്ല പിങ്കിഷ് കളറായിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ ബീട്രൂട്ടൊക്കെ അങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതിനകത്തിൽ ബീട്രൂട്ട് ചേർത്താൽ ബീട്രൂട്ട് അതിനകത്തിൽ ഉണ്ടെന്ന് കൂടി പറയില്ല. അത്ര വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ കേർഡ് ഓട്സിനുള്ളത്. അപ്പം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പോമോഗ്രാനൈറ്റ് കൂടി അതിനകത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സീഡ്സ് ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം സീഡ് മിക്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്തിൽ പംകിൻ സീഡും ചിയാ സീഡും ഫ്ലാക്സ് സീഡും പിന്നെ സൺഫ്ലവർ സീഡ്സ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേർഡ് ഓട്സ് ഇവിടെ ഏകദേശം റെഡിയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ കടുക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ വേണ്ടുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഞാൻ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു പച്ചമുളക്, ഒരു എരിവില്ലാത്ത പച്ചമുളക് എടുത്തിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് വറ്റൽമുളകാണ്. ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിന് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. കറിവേപ്പിലയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് കുറച്ച് പീനട്ടാണ്. അപ്പം പീനട്ടൊക്കെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പീനട്ടൊക്കെ ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മളത് ഓട്സിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേർഡ് ഓട്സിന് നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇത്രയും ചെയ്താൽ മതിയാകും. നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് ഓട്സിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനെല്ലാം കൂടെ ഓട്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേർഡ് ഓട്സ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ എടുക്കുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വെയിറ്റ് ലോസ് എടുക്കുന്നവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നമ്മൾ ചോറും ചപ്പാത്തിയൊക്കെ ഒരു നേരം സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ കേർഡ് ഓട്സ് കഴിച്ചാൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന്
ട്രൈ ചെയ്ത് നോക്കണം. എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന ഒരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.